ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും ലോകരാഷ്ട്രീയത്തിന്റെ കേന്ദ്രത്തിലേക്ക് ഉയരുന്ന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ യേൽ സർവകലാശാലയിലെ ചരിത്രകാരനായ പ്രൊഫസർ ജിയാങ് സ്യൂക്കിൻ മുന്നോട്ട് വെച്ച ഒരു പ്രവചനം വലിയ ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ട്. അദ്ദേഹം മുൻപ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുമെന്നും പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ശക്തമാകുമെന്നും പ്രവചിച്ചിരുന്നു എന്നതാണ് ഇതിന് പ്രാധാന്യം നൽകുന്നത്. ഇപ്പോഴത്തെ പ്രവചനം അതിലും ഗൗരവമുള്ളതാണ്. അമേരിക്ക ഇറാനിൽ കരയുദ്ധത്തിന് ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നതാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാനെതിരെ കരയുദ്ധത്തിനിറങ്ങാൻ പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള അതിർത്തിയാകും US തിരഞ്ഞെടുക്കുക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയേക്കാൾ സുരക്ഷിതമായി പാകിസ്ഥാനുമായി പങ്കിടുന്ന തെക്കുകിഴക്കൻ അതിർത്തിയിലൂടെ US സൈന്യത്തിന് ഇറാനിലേക്ക് കടന്നു കയറാനാകുമെന്ന് ഇദ്ദേഹം പറയുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിലും ഭൂപ്രകൃതിയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഇറാനിയൻ പ്രതിരോധത്തിന് മുന്നിൽ അമേരിക്കൻ സൈന്യം പരാജയപ്പെട്ടേക്കാമെന്നും ജിയാങ് വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കുചേർന്നേക്കാമെന്നാണ് ഇദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള പ്രതിരോധ സഹകരണ കരാറാണ്. നാറ്റോ മാതൃകയിലുള്ള കരാർ പ്രകാരം സൗദിക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണം സ്വന്തം ആക്രമണമായി കണ്ട് പാകിസ്ഥാന് ഇടപെടേണ്ടി വരും. പാകിസ്ഥാനെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ ഇസ്രയേൽ ചതിപ്രയോഗം നടത്തിയേക്കാമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. സൗദിക്കെതിരെ ആക്രമണം നടത്തി അത് ഇറാനാണ് എന്ന് വരുത്തി തീർക്കുകയാവും ചെയ്യുക എന്നാണ് ഇദ്ദേഹം പ്രവചിക്കുന്നത്. ഈ പ്രവചനത്തെ വെറും രാഷ്ട്രീയ ഗോസിപ്പായി മാത്രം കാണാൻ കഴിയില്ല. ലോകത്തിന്റെ ജിയോ പൊളിറ്റിക്കൽ യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ചാൽ അതിന്റെ സാധ്യതകൾക്കുള്ള സൂചനകൾ ചിലതെങ്കിലും കാണാം. ചരിത്രപരമായി അമേരിക്ക ഇറാനെതിരെ നേരിട്ട് കരയുദ്ധം നടത്തിയിട്ടില്ല. പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പുകൾ വർഷങ്ങളായി വിവിധ